എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് റിലീസായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയാനാണ് വന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ സിനിമ തീർന്ന് അതും കഴിഞ്ഞ് കുറച്ച് രംഗങ്ങളും കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ. അപ്പോൾ സിനിമയെക്കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള ഒരു 3 പേരുണ്ട്. 1 ഈ സിനിമയുടെ സംവിധായകൻ, 2 ഈ സിനിമയുടെ ക്യാമറാമാൻ, 3 ഈ സിനിമയുടെ എഡിറ്ററാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണിൽ ഏറ്റവും കൂടുതൽ ഒരു വിസ്മയം ഉണ്ടാക്കിയത്. കാരണം നമ്മൾ ചില ഷോട്ടുകൾ കാണുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി ഞാൻ മോനെ പൊളി. പിന്നെ മ്യൂസിക് രക്ഷയില്ല, അടിപൊളി. ഈ സിനിമ ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു എന്താ പറയുക കാസ്റ്റ് ആൻഡ് ക്രൂ വന്നിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഈ സിനിമയുടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന്. വേഫെയറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ മ്യൂസിക്, പിന്നെ എഡിറ്റർ, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് വെരി നൈസ്. ഈ സംവിധായകനായ ഡൊമിനിക് അരുണിൻ്റെ ആദ്യത്തെ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ് തരംഗം എന്ന് പറയുന്ന സിനിമ. പേഴ്സണലി എനിക്ക് ഭയങ്കര കണക്റ്റായ കുറേ കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമക്കൊരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ടീസർ ട്രെയിലർ വന്നപ്പോൾ അത് ഇച്ചിരിയും കൂടി കൂടിയെന്നല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ആകാംക്ഷയോടെയാണ് ഞാൻ സിനിമ കാണാൻ പോയത്. ആ ആകാംക്ഷ തൃപ്തിപ്പെടുത്തിയെന്ന് വെച്ചാൽ അതിനേക്കാളും കൂടുതൽ തൃപ്തിയായി എന്ന് തന്നെ പറയണം. പിന്നെ അഭിനയിച്ചിരിക്കുന്നവർ അതിലെടുത്തു പറയേണ്ട 2 പേരാണ് കല്യാണി ആൻഡ് സാൻഡി മാസ്റ്റർ വില്ലനായിട്ട് അവതരിപ്പിച്ച. അതിൽ കല്യാണി ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം അത്രയും ഗംഭീരമായിട്ട് ഒരു കുറ്റവും പറയാതെ നല്ല വെടുപ്പാട്ട പണിയെടുത്തിട്ടുണ്ട്. അതേപോലെ വില്ലൻ ക്യാരക്ടറിൻ്റെ ആദ്യത്തെ സീൻ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്ടർ. കാരണം പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആണിനേക്കാളും താഴെയാണ് പെണ്ണ് എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അത് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എനിക്ക് കിട്ടി. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ഇതിലൊരു കൊച്ച്, അതായത് കല്യാണത്തെ ചെറുപ്പാലം ചെയ്യണ ഒരു കുട്ടിയായിട്ട് തന്നെ ഒരു ക്യാരക്ടറുണ്ട്. എൻ്റെ മോനെ ആ കൊച്ച് റേഞ്ചാണ്. കാരണം എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിൽ എത്തണേക്കാൾ ഒരു ഫൈറ്റ് ഉണ്ട്, ഗംഭീരം എന്ന് വെച്ചാൽ ഗംഭീരം. ആ സിനിമയിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടമുള്ളൊരു ഫൈറ്റാണ്. അതിൽ ഏറ്റവും നല്ല ഫൈറ്റാണെന്നല്ല, എനിക്കിഷ്ടമായ ഏറ്റവും നല്ല ഫൈറ്റ് അതാണ്. കാരണം ആ കുട്ടി അത്രയും നല്ല രീതിയിൽ പരിപാടി ചെയ്തിട്ടുണ്ട്. അതേപോലെ നെസ്ലിൻ, ചന്തു, അരുൺ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ചന്തുവിൻ്റെയൊക്കെ ചില സമയത്തെ ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സിറ്റുവേഷൻ വെച്ച് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള കോമഡി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ തൊട്ട് സൈഡിലുള്ള കുറച്ച് പിള്ളേരുണ്ട്, സ്ട്രോങ് വൈബായിരുന്നു. അവന്മാരുള്ളതുകൊണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ക്യാമ്യൂസ് കുറേ ഉണ്ട്. ക്യാമ്യൂസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളൊരു ക്യാമ്യോ ഇതൊരു എന്താ പറയുക, ആ സിനിമയിൽ ആസ്വാദനത്തിനൊന്നും ബാധിക്കില്ല. കാരണം ടൊവിനോൻ്റെ ക്യാരക്ടറുണ്ട്, മോനെ രക്ഷയില്ല. പിന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സിനിമ തീരാതെ ആരും ഇറങ്ങരുത്. കാരണം സിനിമ തീർന്നിട്ടും കുറച്ച് സീൻസ് ഉണ്ട്, ഇൻക്രെഡിറ്റ് സീനുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും കാണാം. ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു വ്യത്യസ്തമായ ലോകം മലയാളം അവതരിപ്പിക്കുന്ന ഒരു തുടക്കം മാത്രമാണ്. ഇനിയും ഈ ലോകത്തിൽ നിന്ന് കുറേ അധികം സിനിമകളും കുറേ അധികം ക്യാരക്ടേഴ്സ് ഇനിയും വരാനുണ്ട്. അതിൻ്റെ ഒരു തുടക്കം മാത്രം വേഫെയർ ഇന്ന് തുടങ്ങിയേക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സും ക്യാമിയോ വന്നവരും ഇനി വരാനുള്ളവരും ഒരു ശബ്ദം കൊണ്ട് മാത്രം ചില ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സിനിമേനെക്കുറിച്ച് നമുക്ക് കുറേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് പറയാനിങ്ങനെ കുറേ ഉണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. അതെപ്പോഴെങ്കിലും ഭയങ്കര രസമായിട്ട് പറയാം. എനിക്ക് എഡിറ്ററിനെ കുറിച്ച് പറയാനുള്ളൊരു ഒരു ചെറിയൊരു സാധനമുണ്ട്. കുറേ ഇപ്പോൾ എന്താ പറയുക, അതിലൊരു സീനുണ്ട്, ഒരു ചെറിയ എന്തോ പഞ്ചസാര അങ്ങനെ എന്തോ ഒരു തരിയുടെ ഒരു സാധനം കാണിച്ചിട്ട് ചന്ദ്രൻ്റെ, അതായത് നക്ഷത്രങ്ങൾ കാണിക്കുന്ന ഒരു എഡിറ്റിങ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കണ്ടപ്പോൾ വാ എന്നുള്ള സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും ഇതേപോലെ നല്ല സിനിമകൾ വേഫെയർ ഇനിയുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇനി കുറച്ച് ചാത്തന്മാരെ കളികളുണ്ട്. ഇപ്പോൾ നീലി ഇറങ്ങി, ഇനി അടുത്തത് ചാത്തനാണ് വന്നത്. അപ്പോൾ ചാത്തൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ എന്തിട്ടാണ്, പിന്നെ ഇനിയും നല്ല സിനിമകൾ വരും.
അപ്പോൾ എനിക്ക് ലോക എന്ന് പറയുന്നത് ഒരു പുതിയ ലോകം തന്നെയായിരുന്നു. ആ പുതിയ ലോകം അവർ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയണത്. എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം, കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ വരാം. എന്തായാലും നല്ല സിനിമയാണ്. ഇപ്പോൾ ഹൃദയപൂർവ്വം ഇതിനോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് അവിടെ നിന്നും കിട്ടണം. കണ്ടിട്ടില്ല, കണ്ടിട്ടൊരു ചെറിയ റിവ്യൂ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ പറഞ്ഞാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. കാരണം കുറച്ച് ഡിലേ ആയി, കാരണം നല്ല മഴയുണ്ട് ഇവിടെ. പിന്നെ എൻ്റെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം കുറേ വീഡിയോസ് ഇതിന് മുന്നേ ഞാൻ ആ ചെയ്ത വീഡിയോസിലൊക്കെ കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴാണ് നല്ല ശാന്തമായിട്ടുള്ള സ്ഥലം കിട്ടിയത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാത്രേ ഉള്ളൂ. അപ്പം ശരി.